ഹായ് ഫ്രണ്ട്സ്, ഓർഡിനറി സ്ലൈഡിങ് മേക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓർഡിനറി സ്ലൈഡിങ് നമ്മൾ 45 ഡിഗ്രിയിലാണ് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 45-ൽ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് പീസ് എത്ര അളവ് മൈനസ് ചെയ്യണം, വിഡ്ത്ത് പീസ് എത്ര അളവ് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മളിതിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചെറിയൊരു ഷെൽഫാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് ഡോറായിട്ട് ഓർഡിനറി സ്ലൈഡിങ്ങിൻ്റെ ഷട്ടറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് എത്ര മൈനസ് ചെയ്യണം, എത്ര ആണ് കൂട്ടിയിട്ട് വിഡ്ത്ത് എത്രയാണ് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അതിന് ഔട്ടർ ഫ്രെയിമായിട്ട് 1/4 സെഷനാണ് കൊടുക്കുന്നത്. അത് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ എല്ലാ ആംഗിൾ വെച്ചിട്ടാണ് അത് കൂട്ടിയെടുക്കുന്നത്. നമ്മൾ രണ്ട് സൈഡും ബോക്സിൻ്റെ രണ്ട് സൈഡും വരുന്നത് ലിപ്പാണ് ഇട്ടേക്കുന്നത്. 1/4 ലിപ്പാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് ഷീറ്റ് ഇട്ടിട്ട് സൈഡ് കൂട്ടിയതിന് ശേഷം ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്ക്വയർ ഫ്രെയിമിൽ കൂട്ടിയിട്ട് 4 സൈഡും അതിൻ്റെ ബാക്ക് സൈഡ് 4 സൈഡും നമ്മൾ 3/4 കര എല്ലാ ആംഗിൾ വെച്ച് കൊടുക്കുന്നു. അതിനൊരു ഗേജ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ആ ഗേജ് പീസ് ഉപയോഗിച്ചാണ് നമ്മൾ ആ 3/4 കരയുടെ എല്ലാ ആംഗിൾ 2 വീതമാണ് വെച്ച് കൊടുക്കുന്നത്. ഈ സ്ക്വയറാക്കി വെച്ചിട്ടുള്ള ഫ്രെയിമിൽ ഇതുപോലെ നമ്മൾ 90-ൽ 4 വിഡ്ത്ത് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ നമ്മളത് ഷീറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോക്സിന് 2 സൈഡും അതിൻ്റെ ബാക്കും ടോപ്പിലും ബോട്ടത്തിലും എല്ലാം ഷീറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു സെൻറ്ററിലൊരു ഡിവിഷനും ഒരു കോളത്തിലൊരു തട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സ്ലൈഡിങ്ങിൻ്റെ അളവെടുത്ത് ഷട്ടർ കട്ട് ചെയ്യുകയാണ്. ഷട്ടർ കട്ട് ചെയ്യുന്നത് ഫ്രെയിമിൻ്റെ ഇൻസൈഡ് അളവെടുത്തിട്ട് അതിൽ നിന്നും 7/16 കുറച്ചിട്ടാണ് ഹൈറ്റ് പീസ് എടുക്കുന്നത്. അതേ രീതിയിൽ വിഡ്ത്ത് പീസ് ആണെങ്കിൽ ഇൻസൈഡ് അളവെടുത്തിട്ട് 1 ഇഞ്ച് കൂട്ടിയിട്ട് അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന അളവാണ് നമ്മൾ വിഡ്ത്ത് പീസ് എടുക്കുന്നത്. ഇത് നമ്മൾ ഹൈറ്റ് പീസാണ് എടുത്തേക്കുന്നത്. ഇതതിൻ്റെ വിഡ്ത്ത് പീസും. ഈ സ്ലൈഡിങ് ഷട്ടർ റൺ ചെയ്യാനായിട്ട് നമ്മൾ ഫ്രെയിമിനകത്ത് C ചാനൽ അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പം C ചാനലാണ് ഈ ഷട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഷട്ടറിൻ്റെ ടോപ്പ് വിഡ്ത്ത് പീസിൽ നമ്മൾ വെതർ സ്ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഷട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഒരേതിരിക്കാൻ വേണ്ടിയാണ് ഈ വെതർ സ്ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ബോട്ടം പീസിൽ C ചാനലിൽ ഓടാനായിട്ട് റൺ ചെയ്യാനായിട്ട് നമ്മളതിൻ്റെ റണ്ണർ സ്ലൈഡിങ് ബുഷ് എന്ന് പറയും, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് C ചാനൽ നമുക്ക് അതിനകത്ത് പിടിപ്പിക്കുന്നത് കാണാം. ടേപ്പുകൾ അറിയാത്തവർക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഷട്ടറിനിടേണ്ട ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് PVC ലാമിനേഷൻ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷട്ടറിൽ ഷീറ്റ് ഇട്ടതിന് ശേഷം നമ്മളൊരു ബീഡിങ് കൊടുക്കുന്നുണ്ട്. ഓറബർ ബീഡിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ റബ്ബറിൻ്റെ ബീഡിങ് ഇടുമ്പോൾ ഇത് ഇളകിപ്പോയിരിക്കാൻ വേണ്ടി നമ്മളൊരു അല്പം ഫ്ലെക്സ് ക്വിക്ക് അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെൽഫിൻ്റെ ഡിവിഷനിൽ നമ്മൾ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. ഈ തട്ട് വരുന്നിടത്ത് ഇനി ഷീറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് C ചാനൽ ഇളകിയിട്ട് ഷട്ടർ ഒന്ന് ഇട്ട് നോക്കാം. മുന്നേ പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ സ്ലൈഡിങ്ങിന് ഉപയോഗിക്കുന്ന സെഷൻ ഷട്ടറിന് ഉപയോഗിക്കുന്നത് ഷട്ടർ പ്ലെയിന് പിന്നെ ഇൻ്റർലോക്ക് സെഷനുമാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഈ ഹൈറ്റ് പീസിൽ 2 ഇൻ്റർലോക്കും 2 ഷട്ടർ പ്ലെയിനുമാണ് വരുന്നത്. വിഡ്ത്ത് പീസിൽ 4 വരുന്നത് ഷട്ടർ പ്ലെയിൻ സെഷൻ തന്നെയാണ്. ഷട്ടർ തമ്മിൽ ലോക്കായിരിക്കുന്ന വിധം ജോഡി നോക്കിയാണ് നമ്മളിത് കൂട്ടിയെടുക്കേണ്ടത്. പിന്നീട് ഷീറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
ഇത് ലോക്കായിരിക്കുമ്പോൾ ഷീറ്റിൻ്റെ കളറ് ഫ്രണ്ടിൽ വരത്തക്ക വിധവും ആയിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.